അതിന് മേലെന്താ പിന്നെ കറക്കാതെ നമുക്ക് വേറെ ₹25,000 തമിഴ്നാട്ടിൽ മേടിച്ച് 13-ാം നമ്പർ പജിന്റെ വില എനിക്ക് കാണിച്ചു. അതിന് ₹1,600 വണ്ടി വാടക. കേട്ടാ പിന്നെ എൻ്റെ കാലാരണത്തിന് മകാടിച്ചാത്ത കുത്താണ് ഓൻ്റെ കാലാരണത്തിന്. നിങ്ങൾ ബോധയിൽ നോക്കി മേടിച്ചോളി. കുഞ്ഞുപായക്കരുന്ന് വാങ്ങണ്ട, നിങ്ങൾക്ക് കിട്ടുള്ളത് എടുത്ത് മേടിച്ചോളി. എന്നിട്ട് തിരിച്ചത് മാറ്റി തരുക വെച്ച് നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ മുതൽ അല്ല അതല്ല ഹൈക്കോട്ടെ അതിന് പറയാം എത്ര തരാ. ഇല്ല ഇല്ല അതിന് ആ വിസയം കുട്ടളി 24 അല്ലേ അല്ലേ? എനക്കായതുകൊണ്ട് ₹1000 കൂട്ടി നിങ്ങളെ കൊണ്ടേക്കും. കാരണം ഇവിടെ 2-3 നേരം കറന്നു പോയി കിട്ടി. അതുകൊണ്ട് ഇത്തിരി പറയാൻ അല്ലെങ്കിൽ നമ്മൾ എന്നെ ബൈക്കാണ് ഈ ബൈക്കുട്ടി ഏത് പെണ്ണിനാണ് പോയിട്ട് നോക്കേണ്ടത്. ഇതേ കറന്നിട്ട് കൊണ്ടുപോയാൽ മതി. ഇതിങ്ങനെ കണ്ടിന്യൂ കൊണ്ടുപോകണ്ട. അവർക്ക് അത്രയും നല്ല ബൈക്കുട്ടികളാണ്. ഹലോ കിട്ടുള്ളതിലേക്ക് ചേടി മകൻ രണ്ടും അങ്ങേ കളിയിലും കെട്ടിയിട്ട് കടന്നു കൊണ്ടുട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞുകോയക്കാരാന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവിടെ ഇന്നൊരു മഴ ചാരിച്ച് നാളെ കുറച്ച് പൊന്ത മുളച്ചു വെച്ചിട്ടേ നിങ്ങൾ അതിന് മണ്ടി ഞങ്ങൾക്ക് ആ മണ്ടലേ ഉണ്ടാവുള്ളൂ കേട്ടോ. പോയിക്കോളി. ഇവിടെ അങ്ങനെ ഇത് ₹38 തരാം. കുട്ടിയില്ല ഇതിന് കുട്ടിൻ്റെ ഈ ബജ്ജി കൊണ്ടോണേ എച്ചപ്പ് വെച്ച് അതിന് കുട്ടിയുണ്ട്. നല്ല റൗണ്ടാണ്. നിങ്ങളെ ചവിട്ടിര ബജിൻ്റെ കച്ചവടം ഇവിടെ ഇല്ല കേട്ടോ. അത് താഴത്താണ്. ഇവിടെ ചവിട്ടിരയ്ക്ക് കച്ചവടമില്ല. അല്ല പിന്നെ എന്നാ ഒരു കടിക്ക ആ വണ്ടിക്കാരെ വിട്ടെ. ലോറിക്കാരൊക്കെ കുണു ആന്ധ്രയിൽ പോണ വണ്ടിയാ. ആയിക്കോട്ടെ ഓ കൊണ്ട് ഒരു നേരം പറ്റ ഓ നമ്മളെ ചെക്കൻ തന്നെയാണ്. ഓ അറിയാത്തൊരാളെന്നല്ലോ ഓല്. വേറെ ഒരു മരുന്ന് കിട്ടും. മഞ്ഞളുടെ പൊടിയില്ലേ അത് ഇടുക. ഒരു ശീലമ്മ ആക്കിയിട്ട് ഇങ്ങനെ ചിറ്റ കേട്ടോ. ഒരു ശീലമ്മ ആക്കിയിട്ട് ചിറ്റ മഞ്ഞളുടെ പൊടി കൊടുക്കടാ. മര്യാദക്ക് കൊടുക്ക. ഞാനിരിക്കട്ടെ. 24 തന്നത് 1000 എടാ 1000 ഞാൻ അവിടുന്ന് പിടിച്ചോളൂ. പഞ്ച് മുന്തി വെച്ചടാ. ആദ്യത്തെ മഞ്ഞപ്പൊടിയിട്ടാ വേണ്ട കിടക്ക. മഞ്ഞപ്പൊടി വെറുതെ സ്റ്റീലിട്ടാ മതി. വേറെ ഒന്നും ചെയ്യാം. വെറും മഞ്ഞപ്പൊടി. ഇത് ഇതേന്നല്ല ഏത് പച്ചും കൊമ്പൂര് ഇതിന് കേട്ടെ. ആ കച്ചവടം പരിചയക്കാ ഏച്ചുട്ട് ഇവിടെ ഏത് കുട്ടികളും വേണം. ഇപ്പോൾ ഇന്ന് നേരം വന്ന് 2 കുട്ടിയാൻ പറ്റും. പഞ്ചമത് പിരിച്ച് കണ്ട് അവിടെ ഒരു കുട്ടിയുണ്ട്. അവിടെ ഉണ്ട് ഒരു കുട്ടി. അത് ചെയ്യുമ്പോൾ ഇനി പിരിഞ്ഞോളൂ.
ഇനി പിഴിഞ്ഞു കൊടുക്കും. മറ്റേ കുട്ടികളെ മൂട്ടിൽ നിന്ന് പിഴിഞ്ഞാൽ മറ്റേ കുട്ടി ചെയ്യുമ്പോൾ ഇതാ ഇനി കാര്യങ്ങൾ വേണമെങ്കിൽ പിടിച്ചോളി. ആർക്കാ പിടിച്ചത്? ഇതാ ഇതാണ് ഈ കുഞ്ഞിക്കോയാക്കാരെ പൈക്കച്ചവടം കേട്ടോ. അതാണ് ഈ വല്യർത്തനൊക്കെ പറയുന്നത്. ഇത് ബ്രേക്ക് കുടിച്ചൊന്നും വേണ്ടി വരില്ല. ആ ഇത് വാ ഇത് കജ്ജൊക്കെ ഇതൊക്കെ ഒരു ഇനി ഈ മുളക്കിന്റെ പുല്ലിക്കട കൊണ്ടുപോയി വിട്ടാൽ അല്ല എത്തിച്ചിട്ട് ഒരു പാത്രം കൂടി കൊണ്ടുവരെ കുട്ടി എന്ന് പറഞ്ഞിട്ട് കട്ടക്കാലം വരും കറന്നിക്കൊണ്ട് നിൽക്കുമ്പോൾ. ആ ഇത് നോക്കണം, മണ്ണ് കപ്പിന് നോക്കണം കുട്ടികളെ. എന്താ പറയുക, കുട്ടികൾ ചെറിയ കുട്ടികൾ പല്ല് കിരിയെടുത്തിട്ട് മണ്ണ് കപ്പിന് അത് നോക്കണം. എന്നാ രസ്യ ആ കുട്ടിയാണ് കേട്ടിക്ക. ഈ പജ്ജുണ്ടേ ലേസം കൂടി അറിയണ ഈ പജ്ജിന്റെ കൂട്ട് മാറ്റി കേട്ടിക്ക. മണ്ണപ്പ് ഒന്ന് അങ്ങോട്ട് പിടിച്ച വേക്ക് ഈ പജ്ജുണ്ട്. ടാങ്ക് വരാണ്ട് പജ്ജിമഞ്ഞ് ടാങ്ക് വരാണ്ട് അല്ല അതിന് ആ പജ്ജിമ വരാണ്ട് എടാ വാങ്ങാൻ ഞാൻ പോയിട്ടില്ല. ഇതൊന്ന് അടുപ്പിച്ച് പറഞ്ഞു കൊടുത്താ 30,000 അതാണ് അതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കെ ഇഞ്ചെ തോത്താ കുടിച്ചാണ് വേണ്ടത്. ഏയ് നമ്മളെ തോത്താ കുടിച്ചാൽ അതിൻ്റെ കുട്ടിയല്ലാത്ത ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ വിഷയപ്പെടില്ല കേട്ടോ. ആ സംഗതി നടക്കില്ല. ആ ഈ തൊലിയൊക്കെ ഇതൊക്കെ വരാനുള്ള ഈ പജ്ജ് ഉണക്കപ്പജ്ജാണ്. ഈ പജ്ജ് വെള്ളം കൊടുത്തുണ്ടായിക്കോളും. അതേ ആ പജ്ജ് ബലിയിലാണ് പജ്ജ്. എന്താ വില? വൈകുന്നേരത്തും കറന്ന് നോക്കാൻ പറ്റും. പജ്ജമ്മ മാറ്റം നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കറന്ന് മേമാലി അറിഞ്ഞ ഒരാളുണ്ടല്ലോ തളരിട്ട് വന്നു. പക്ഷെ ഓലത് 2 പൈക്കുള്ള ഒരു മുരുകുട്ടിയുണ്ട്. ഒന്നിനെ വാലിക്കുച്ചി പിടിച്ച് പൊന്തിച്ചാണ് തോത്തുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട വിറ്റിട്ട് വേണമെങ്കിൽ തരാറുകൾ വന്നു. പോയിട്ട് 38-30 ഇവിടെ വയനാട് അവിടെ നിൽക്കേ അതിനൊന്ന് കാട്ടാനല്ല. ഇവിടെ കഴിച്ചാ പിന്നെ ഇതിനെ കഴിച്ചാ ഇവിടെ കഴിച്ച വിളിച്ചു അത് നിങ്ങൾ തന്നെ കഴിച്ചോ. നിങ്ങൾ കഴിച്ചു പജ ഉർജൻ്റെ അച്ചപ്പ് വെച്ച് തുടങ്ങിയതാ അവിടേക്ക്. ഈ പജ്ജ ഒരു 5 മാസം ചനിച്ച് തരാണെങ്കിൽ 50,000 റുപ്യ തരാം. ചങ്ങായി പജ്ജിനെ കറക്കണ കണ്ടുകൂടെ എനിക്ക്. അതിന് മൂട്ടിൽ കൂടി പോകുമ്പോൾ പജ്ജ് പഠിച്ചായിരിക്കും. ഞാനും വിചാരിച്ചു എന്തായാലും അക്കപ്പത്തെന്ന് വിചാരിച്ചു. മൂട്ടിൽ കൂടി അങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ കറക്കുമ്പോൾ പറയണം. കൊണ്ടുപോകണ മുതലതാണ്. ഇനി കാണുന്ന ഉണങ്ങി തൊഴിഞ്ഞ് വരുന്ന പജ്ജ മനസ്സാത്തൊക്കെ നല്ല ഇനത്തിൽപ്പെട്ട പജ്ജ. ഈ പജ്ജ ഈ തൊപ്പിയും കാര്യങ്ങളൊക്കെ പോകും കുറേ തിന്നാനായിട്ട് കിട്ടുകയാണെങ്കിൽ. അത് വരാണ്ടേ അതൊക്കെ ഇന്നലെ വൈകുന്നേരത്തോട് കറന്നുവിട്ട ബൈക്കുകളാണ്. കറന്നുവിട്ടാൻ കാരണം എന്താ വെച്ചാൽ വലിയ പാല് കട്ടയാണ്. ഇപ്പം തന്നെ ഈ ഒരു പജ്ജിൻ്റെ ഈ ഒരു മലക്ക് കട്ടാൻ നോക്കും. അപ്പം ഈ 4 മാസം ചെന്നുണ്ട്. രണ്ടുകൂടെ കൊണ്ടുപോകണം നമുക്ക്. ഈ പജ്ജു ആ കുട്ടികൾക്ക് എൻ്റെ മര്യാദയ്ക്ക് ഞാൻ എടുത്ത് തരാം. ഇതിനല്ലേ ആ കുട്ടിയുള്ള ചാടപ്പജ്ജു ഈ പജ്ജു നല്ല പജ്ജാണ് കേട്ടോ.